ഒപ്പം നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നിങ്ങളുടെ ചർമ്മത്തിലോ ഭക്ഷണ പദാർത്ഥമായോ ഉപയോഗിക്കേണ്ടതില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. അതിനാൽ ഞാൻ ഭക്ഷണ വസ്തുക്കളെ പറ്റി പറയുമ്പോൾ ചിലത് നിങ്ങൾ പരിധിവെക്കേണ്ടതുണ്ട്, അവയെ നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് അവ ഒന്നും കഴിക്കേണ്ടതില്ല. അത് ചുവന്ന മാംസമാണ്. നിങ്ങൾ പതിവായി കഴിക്കുന്ന ചിക്കൻ, മട്ടൺ, ചുവന്ന മാംസം എന്നിവ പോലെ. രണ്ടാമത്തെ കാര്യം മദ്യമാണ്. നിങ്ങൾ ധാരാളം വറുതന് കഴിക്കുകയാണെങ്കിൽ സോറിയാസിസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തുപോകുമെന്ന് നിങ്ങൾ മറക്കുന്നു. ഇത് ശരിയാകും. നിങ്ങൾ ആൽക്കഹോൾ കഴിക്കുമ്പോൾ അത് തിരികെ വരും. മൂന്നാമത്തെ കാര്യം വഴുതനങ്ങയാണ്. കാരണം വഴുതനയ്ക്ക് അതിന്റേതായ വിഷം ഉണ്ട്. അതിനാൽ ആ വിഷം സാവധാനം കഴിക്കുന്നതിലൂടെ അത് നിങ്ങളുടെ ഗട്ടിനെ നശിപ്പിക്കുകയും ടോക്സിനുകൾ വർദ്ധിപ്പിക്കുകയും സോറിയാസിസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്തത് ജങ്ക് ഭക്ഷണവും പ്രോസസർ ചെയ്ത ഭക്ഷണവുമാണ്. പാക്കേജ് ചെയ്ത ഭക്ഷണവും സംസ്കരിച്ച ഭക്ഷണവും, ചൗമീൻ, ബർഗറുകൾ, പിസ്സ തുടങ്ങിയ ജങ്ക് ഫുഡും ഞങ്ങൾ ധാരാളം കഴിക്കുന്നു. അവയെ ഒഴിവാക്കണം. അവസാനത്തെ കാര്യം നിങ്ങൾക്ക് കർശനമായി പറയാൻ കഴിയില്ല എന്നത് സുഗന്ധവ്യഞ്ജനങ്ങളാണ്. ധാരാളം ചുവന്ന മുളകും എരിവുള്ള ഭക്ഷണവും കഴിക്കുന്ന ആളുകൾ അവ കുറയ്ക്കണം. അതുവഴി നിങ്ങളുടെ സോറിയാസിസ് വീക്കം വരാതിരിക്കുകയും നിങ്ങളുടെ സോറിയാസിസ് ഭേദമാവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കും, കാരണം നമ്മൾ ആശ്വാസം ലഭിക്കാൻ അതേ കാര്യം സ്വയം പ്രയോഗിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അത് ശരിയല്ല. അത് ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ അത് ഞങ്ങൾ യോജിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഡോക്ടറുമായി ആലോചിച്ച് കൂടാതെ സോറിയാസിസ് ഭേദമാക്കാനായി നിങ്ങൾ ഉപയോഗിക്കാവുന്നെന്ന് കരുതുന്ന ഏതൊന്നും സ്വയം പ്രയോഗിക്കരുത്. ഒന്നാമത്തേത് ബേക്കിംഗ് സോഡയാണ്. നിങ്ങൾ ബേക്കിംഗ് സോഡ പ്രയോഗിക്കേണ്ടതില്ല. നിങ്ങൾ കരുതുന്നു ഇത് ആൽക്കലൈനാണെന്ന്, അത് നിങ്ങളുടെ ചർമ്മത്തിന്റെ പിഎച്ച് ബാലൻസ് ചെയ്യുമെന്ന്, എന്നാൽ അത് പൂർണ്ണമായും തെറ്റാണ്. ഞാൻ ഒരു വീഡിയോയിൽ എപ്സം ഉപ്പിനെക്കുറിച്ച് സംസാരിച്ചു. രണ്ടാമത്തെ കാര്യം നാരങ്ങ പുരട്ടരുത്. നാരങ്ങ ഇരുട്ട് കുറയ്ക്കുമെന്നും സോറിയാസിസ് ഭേദമാകുമെന്നും ഞങ്ങൾ കരുതുന്നു. പക്ഷേ അത് ശരിയല്ല. നാരങ്ങ ചൊറിച്ചിൽ കൂട്ടുകയും സോറിയാസിസ് പ്രകോപിക്കുകയും ചെയ്യും. അടുത്തതായി നിങ്ങൾ ബ്ലീച്ച് ഒഴിവാക്കണം, കാരണം അതിൽ അമോണിയയും പല രാസവസ്തുക്കളും ഉണ്ട്. അതിനാൽ ഇത് നിങ്ങളുടെ ചർമ്മത്തെ കൂടുതൽ കത്തിച്ചേക്കാം. മുഖത്തെ രോമം തവിട്ടുനിറമാക്കാനോ ചർമ്മത്തെ വെളുപ്പിക്കാനോ ഞങ്ങൾ പലപ്പോഴും ബ്ലീച്ച് പ്രയോഗിക്കുന്നു. അതിനാൽ ബ്ലീച്ച് ഒഴിവാക്കുക. അതുവഴി നിങ്ങളുടെ സോറിയാസിസ് വഷളാകില്ല. അമോണിയ പ്രയോഗിച്ചാൽ സോറിയാസിസ് കൂടുതൽ കത്താം. സോറിയാസിസ് പാടുകൾ കൂടുതലാകാം. ബ്ലീച്ച് ഒഴിവാക്കുക. അടുത്തതായി വാക്സിംഗ് ഒഴിവാക്കണം. നിങ്ങൾക്ക് വാക്സിംഗ് ധാരാളം ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ സോറിയാസിസ് ഉള്ളപ്പോൾ അത് ഫോളിക്കുലിറ്റിസിനു കാരണമാകാം. ഇത് പുസ്തുലാർ ഉപ്പുണ്ടാക്കാം. അതിനാൽ വാക്സിംഗ് ഒഴിവാക്കുക. അടുത്തതായി ഞങ്ങൾ കലർത്തി പ്രയോഗിക്കുന്ന വീട്ടിൽ തന്നെ നിർമ്മിച്ച ഫേഷ്യലുകളോ മറ്റേതെങ്കിലും ചേരുവകളോ നിങ്ങൾ ഒഴിവാക്കുകയും അത് നമുക്ക് അനുയോജ്യമാകുമെന്ന് കരുതുകയും വേണം. നിങ്ങളുടെ ഡോക്ടർ അനുവദിക്കുന്നതുവരെ നിങ്ങൾ അത് ഒഴിവാക്കണം. അതിനാൽ ഈ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നിങ്ങൾക്ക് സോറിയാസിസ് വർദ്ധിക്കുന്നത് തടയാൻ കഴിയും. വീണ്ടും മറ്റേ വ്യക്തിക്ക് അനുയോജ്യമായത് നിങ്ങൾക്കും യോജിച്ചതായിരിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കാരണം ധാരാളം രോഗികൾ അഴുക്ക് കാരണം വഷളാകുന്നു. അതിനാൽ ഇവ ഒഴിവാക്കണം. നിങ്ങളുടെ തലയിണയിലെ സോറിയാസിസ് കൂടാതിരിക്കാൻ സൾഫേറ്റ് ഷാംപൂകൾ ഒഴിവാക്കണം. നിങ്ങളുടെ സോറിയാസിസ് ഭേദമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കാണുകയും എന്റെ ടീമുമായി കൺസൾട്ട് ചെയ്യുകയും വേണം, കാരണം ഞങ്ങൾ മാത്രമാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനാൽ നിങ്ങളുടെ സോറിയാസിസ് എങ്ങനെ ചികിത്സിക്കണമെന്നത് നിങ്ങളുടെ തീരുമാനത്തിലാണ്. അതിനാൽ വന്ന് ഞങ്ങളെ കാണുക, നിങ്ങളുടെ ചിത്രങ്ങൾ അയക്കുക, ശരിയായ പരിഹാരം നേടുക. നന്ദി.